ഹായ് ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ LPSC UPSC ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ടോപ്പിക്കാണ് മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളും വക്താക്കളും. നമ്മൾ LP UP എക്സാമിന് സൈക്കോളജിയിൽ നിന്നും പഠിച്ച കുറച്ച് സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ തിയറീസും പേരോടുകൂടി വരുന്നതും അതുപോലെ അതിൻ്റെ വക്താക്കൾ ആരൊക്കെയാണ് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തേത് സാമൂഹിക പഠന സിദ്ധാന്തം അല്ലെങ്കിൽ സോഷ്യൽ ലേണിംഗ് തിയറി, നിരീക്ഷണ പഠന സിദ്ധാന്തം, അനുകരണ പഠനം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ആരാണത് മുന്നോട്ട് വെച്ചത്? ആൽബർട്ട് ബന്ദൂരയാണ് കേട്ടോ. സാമൂഹിക പഠന സിദ്ധാന്തം, നിരീക്ഷണ പഠന സിദ്ധാന്തം, അനുകരണ പഠനം എന്നൊക്കെ ചോദിച്ചാൽ അത് ആൽബർട്ട് ബന്ദൂരയാണെന്ന് നോട്ട് ചെയ്യുക. രണ്ടാമത്തേത് മനോസാമൂഹിക വികാസം, സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, എറിക്സൻ്റേതാണ് മനോസാമൂഹിക വികാസം അല്ലെങ്കിൽ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. അതിൻ്റെ കുറേ സ്റ്റേജൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചതല്ലേ അല്ലേ. അത് എറിക്സൺ ആണ് മുന്നോട്ട് വെക്കുന്നത്. ഓരോ സ്റ്റേജും അകത്തുള്ള ഓരോ സ്റ്റേജും ഏതൊക്കെയാണ് എന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓരോ സ്റ്റേജിലും നടക്കുന്ന മാറ്റങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവുക. അടുത്തത് നൈതിക വികാസം, മോറൽ ഡെവലപ്മെൻറ്റ്. നൈതിക വികാസം അല്ലെങ്കിൽ മോറൽ ഡെവലപ്മെൻ്റ് എന്നോ സാൻമാർഗിക വികാസം എന്നോ സദാചാര സിദ്ധാന്തം എന്നോ ചോദിച്ചാൽ ലോറൻസ് കോൾബർഗിൻ്റേതാണ് മോറൽ ഡെവലപ്മെൻറ്റ് അഥവാ നൈതിക വികാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നൈതിക വികാസം, മോറൽ ഡെവലപ്മെൻറ്റ്, സാൻമാർഗിക വികാസം, സദാചാര സിദ്ധാന്തം എന്നൊക്കെ ചോദിച്ചാൽ ലോറൻസ് കോൾബർഗിൻ്റേതാണ്. ഇപ്പോൾ കോൾബർഗിൻ്റെ സ്റ്റേജ് ഓർത്തിരിക്കുക. മെയിനായിട്ട് 3 സ്റ്റേജുകളാണ്. അതിൽ ഓരോ സ്റ്റേജിനെയും 2ആയി തിരിക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 6 സ്റ്റേജ് നമുക്ക് കോൾബർഗിൻ്റെ നൈതിക വികാസത്തിൽ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് വയ്ക്കുക. അടുത്തത് വികസന പ്രവൃത്തി, ഡെവലപ്മെൻ്റൽ ടാസ്ക് അല്ലേ. വികസന പ്രവൃത്തി അല്ലെങ്കിൽ പുരോഗമന കർത്തവ്യം എന്നും പറയുന്നുണ്ട്. നമ്മൾ കോമൺലി അത് പറയുന്നത് ഡെവലപ്മെൻ്റൽ ടാസ്ക് ആണ്. അതാരാണ് മുന്നോട്ട് വെച്ചത്? റോബർട്ട് ഹാവിഗസ്റ്റ് ആണ് അല്ലേ. റോബർട്ട് ഹാവിഗസ്റ്റ് ആണ് ഡെവലപ്മെൻ്റൽ ടാസ്ക് മുന്നോട്ട് വെച്ചത്. റോബർട്ട് ഹാവിഗസ്റ്റ് ആണ്. ഇനി ആവശ്യങ്ങളുടെ ശ്രേണി അല്ലെങ്കിൽ ഹയറാർക്കി ഓഫ് നീഡ്സ് ആരാണ് മുന്നോട്ട് വയ്ക്കുന്നത്? ആ ഒരു ലാഡർ പോലെ നമ്മൾ പഠിച്ചിട്ടില്ലേ, ഓരോ സ്റ്റേജിലും വരുന്നത്, ഓരോ ലാഡറിൻ്റെ ഓരോ തട്ടിലും വരുന്നത് എന്താണ് അല്ലേ? നീഡ്, ആവശ്യങ്ങളുടെ ശ്രേണി. ആരാണ്? എബ്രഹാം മാസ്ലോയാണ് ആവശ്യങ്ങളുടെ ശ്രേണി മുന്നോട്ട് വെച്ചത്. എബ്രഹാം മാസ്ലോയാണ്. അതിൻ്റെ കൂടെ ഒന്നുകൂടെ ഓർത്തിരിക്കുക, പഠന ശ്രേണി അല്ലേ. പഠന ശ്രേണി ആരാണ് മുന്നോട്ട് വെച്ചത്? ലേണിംഗ് ഹയറാർക്കി എന്നോ പഠന ശ്രേണി എന്നോ ചോദിച്ചാൽ അത് ഗാഗ്നെയാണ്. ഗാഗ്നെയുടേതാണ് പഠന ശ്രേണി എന്ന് ഓർത്തിരിക്കുക. ആവശ്യങ്ങളുടെ ശ്രേണി മാസ്ലോയുടേതാണ്. ദെൻ വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം അല്ലെ, പേഴ്സൺ സെൻറ്റേർഡ് തിയറി. വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം കോൾ റോജേഴ്സ് ആണ് മുന്നോട്ട് വെച്ചത്. അതിൽ തന്നെ വരുന്നതാണ് പൂർണ്ണ വ്യക്തിത്വം, ഉദ്ഗ്രഥിത വ്യക്തിത്വം. ഇതൊക്കെ ആരാണ് മുന്നോട്ട് വെച്ചതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കോൾ റോജേഴ്സിൻ്റെ പേര് ഓർത്ത് വെക്കുക. പൂർണ്ണ വ്യക്തിത്വം എന്നോ ഉദ്ഗ്രഥിത വ്യക്തിത്വം എന്നോ ഒക്കെ ചോദിച്ചാൽ കോൾ റോജേഴ്സ് തന്നെയാണ്. അതുപോലെ തന്നെ ഐഡിയൽ സെൽഫ്, റിയൽ സെൽഫ് എന്നീ ആശയങ്ങളൊക്കെ മുന്നോട്ട് വെച്ച വ്യക്തിയാണ് നമ്മുടെ കോൾ റോജേഴ്സ് എന്ന് പറയുന്നത്. ഐഡിയൽ സെൽഫ്, റിയൽ സെൽഫ് എന്നീ ആശയങ്ങളൊക്കെ മുന്നോട്ട് വെച്ചതും കോൾ റോജേഴ്സ് തന്നെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം കോൾ റോജേഴ്സിൻ്റേതാണ്. അതിൽ വരുന്നതാണ് പൂർണ്ണ വ്യക്തിത്വം, ഉദ്ഗ്രഥിത വ്യക്തിത്വം, ഐഡിയൽ സെൽഫ്, റിയൽ സെൽഫ്. ഇതൊക്കെ കോൾ റോജേഴ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് മനോവിശ്ലേഷണ സമീപനം, സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച്. ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് അല്ലേ. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റേതാണ് മനോവിശ്ലേഷണ സമീപനം അഥവാ സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച് അല്ലെ. നമ്മുടെ മൈൻഡിനെ പല രീതിയിൽ കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് എന്നാക്കുന്നു. അതുപോലെ എന്താണ് ഐസ് മലയോടുകൂടി ഉപമിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തന്നെ അല്ലാതെ വരുന്നുണ്ട് നമ്മൾ ഓരോ സ്റ്റേജുകൾ അല്ലേ. ഓറൽ സ്റ്റേജ്, ഏനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, അതൊക്കെ വരുന്നതും സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തന്നെയാണ്. അപ്പോൾ മനോവിശ്ലേഷണ സമീപനം സിഗ്മണ്ട് ഫ്രോയിഡിൻ്റേതാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക.
ഇനി പൗരാണികാനുബന്ധന സിദ്ധാന്തം നമ്മുടെ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ്. പൗരാണികാനുബന്ധന സിദ്ധാന്തം ലേണിംഗ് തിയറി അല്ലെ, നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സിദ്ധാന്തമാണ് പൗരാണികാനുബന്ധന സിദ്ധാന്തം. ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്നും റെസ്പോണ്ടന്റ് കണ്ടീഷനിങ് തിയറി എന്നുമാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്നോ റെസ്പോണ്ടന്റ് കണ്ടീഷനിങ് തിയറി എന്നോ ചോദിച്ചാൽ അത് പാവ്ലോവ് ആണ് മുന്നോട്ട് വെച്ചത്. ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ് ആണ് നമ്മുടെ പൗരാണികാനുബന്ധന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവെന്ന് പറയുന്നത്. അടുത്തത് ശ്രമപരാജയ സിദ്ധാന്തം, ട്രയൽ ആൻഡ് എറർ ലേണിംഗ് അല്ലെ. ശ്രമപരാജയ സിദ്ധാന്തം ആരുടേതാണ്? തൊണ്ടൈക്കിൻ്റെതാണ് ശ്രമപരാജയ സിദ്ധാന്തം, അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ ആരുടേതാണെന്ന് ചോദിച്ചാൽ തൊണ്ടൈക്കിൻ്റെതാണ്. ഇതറിയപ്പെടുന്ന മറ്റു പേരുകളൂടെ ഓർത്തിരിക്കുക: ബന്ധ സിദ്ധാന്തം, സംബന്ധ സിദ്ധാന്തം, കണക്ഷനിസം, തിയറി ഓഫ് കണക്ഷനിസം എന്നറിയപ്പെടുന്നു. അതുപോലെ പഠന നിയമത്രയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാലും അത് തൊണ്ടൈക്കാണ്. എന്താണ്? നമ്മുടെ റെഡിനെസ് അതൊക്കെയായി ബന്ധപ്പെട്ടുള്ള ലോ ഓഫ് ഇഫക്റ്റ്, ലോ ഓഫ് റെഡിനെസ് അതൊക്കെ വരുന്നത് നമ്മുടെ പഠന നിയമത്രയത്തിലാണ്. അത് തൊണ്ടൈക്കിൻ്റെതാണ്. ദെൻ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം ഓപ്പറാൻഡ് കണ്ടീഷനിങ് ആരാണ് മുന്നോട്ട് വെച്ചത്? സ്കിന്നറാണ് കേട്ടോ. പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം അല്ലെങ്കിൽ ഓപ്പറാൻഡ് കണ്ടീഷനിങ് മുന്നോട്ട് വെച്ചത് സ്കിന്നറാണെന്ന് നോട്ട് ചെയ്യുക. ദെൻ സമഗ്രതാവാദം, ജസ്റ്റാൾട്ടിസം അല്ലെങ്കിൽ ജസ്റ്റാൾട്ട് സൈക്കോളജി. സമഗ്രതാവാദം, ജസ്റ്റാൾട്ടിസം അത് നമ്മളൊരു വ്യക്തിയായിട്ടല്ല പറയുന്നത്. മാക്സ് വെർത്തിമർ, കോഹ്ലർ, കോഫ്ക, അതുപോലെ കർട്ട് ലെവിൻ്റെ പേരുമൊക്കെ നമ്മൾ സമഗ്രതാവാദത്തിൽ പറയുന്നുണ്ട്. ജസ്റ്റാൾട്ടിസം. ഇൻസൈറ്റ് എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ സമഗ്രതാവാദം അഥവാ ജസ്റ്റാൾട്ടിസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യവും നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതാണ് അനുഭവാധിഷ്ഠിത പഠനം, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. അനുഭവാധിഷ്ഠിത പഠനം, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആരുടേതാണ്? ഡേവിഡ് കോൾബിൻ്റേതാണ്. അനുഭവാധിഷ്ഠിത പഠനം, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു സൈക്കിൾ പോലെയൊക്കെ വരച്ച് നമ്മൾ പഠിച്ചതാണ്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഡേവിഡ് കോൾബിൻ്റേതാണ്. ദെൻ വിനിമയ വിശകലനം, ട്രാൻസാക്ഷണൽ അനാലിസിസ് അല്ലെ. വിനിമയ വിശകലനം അതാണ് മലയാളം. ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്നായിരിക്കും കൂടുതലും കേട്ടിട്ടുള്ളത്. അത് എറിക് ബേൺ ആണ് മുന്നോട്ട് വെച്ചത്. എറിക് ബേണിൻ്റേതാണ് വിനിമയ വിശകലനം അഥവാ ട്രാൻസാക്ഷണൽ അനാലിസിസ്. ദെൻ അടുത്തത് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം. ബുദ്ധിയുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി സിദ്ധാന്തങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം. നമ്മുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയും. ഹവാർഡ് ഗാർട്ട്നർ ആണ് മുന്നോട്ട് വയ്ക്കുന്നത് അല്ലേ. മൊത്തം 9 തരത്തിലുള്ള ബുദ്ധികളെ പറ്റി പറയുന്നുണ്ട്. ആദ്യത്തെ സെക്ഷനിൽ 7 പിന്നീട് 2 ആഡ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 9 ബുദ്ധിയെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഹവാർഡ് ഗാർട്ട്നറിൻ്റേതാണ്. അതുപോലെ ഗിൽഫോർഡുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ബുദ്ധി സിദ്ധാന്തമുണ്ട്. നമ്മുടെ സ്പിയർമാനുമായി വരുന്നതുണ്ട്. അങ്ങനെ 2 ഫാക്ടർ തിയറി, പിന്നെ തേഴ്സ്റ്റൻ്റെ വരുന്നുണ്ട്, ഗ്രൂപ്പ് ഫാക്ടർ തിയറിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ നമ്മുടെ ബുദ്ധിയുമായി ബന്ധപ്പെട്ട് ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് വരുന്ന തിയറീസിലുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിപ്പോകുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഹവാർഡ് ഗാർട്ട്നറിൻ്റേതാണ്. അടുത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ ശാഖയും അതിൻ്റെ ഉപജ്ഞാതാക്കളും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഘടനാ മനഃശാസ്ത്രം, നമ്മുടെ സ്ട്രക്ചറലിസം ആരാണ് അതിൻ്റെ ഉപജ്ഞാതാവ്? വില്യം വൂണ്ടാണ് കേട്ടോ. ഘടനാ മനഃശാസ്ത്രം, സ്ട്രക്ചറലിസം വില്യം വൂണ്ടാണ്. ധർമ്മവാദം എന്ന് വെച്ചാൽ ഫങ്ഷണലിസം ആണ്. അത് വില്യം ജെയിംസ് ആണ്. ധർമ്മവാദം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുടെ പേരാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു സെക്ഷനിൽ തന്നെ 2-3 പേര് വരാം. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് ആ ഒരു ശാഖ പറയുമ്പോൾ ആരുടെ പേരാണോ പറയുന്നത് ആ ഒരു പേരാണ് പറയുന്നത് കേട്ടോ ഇവിടെ. അപ്പം ഘടനാ മനഃശാസ്ത്രം, സ്ട്രക്ചറലിസം വില്യം വുണ്ട്. ധർമ്മവാദം, ഫങ്ഷണലിസം വില്യം ജെയിംസ്. വ്യവഹാരവാദം, ബിഹേവിയറിസം ജെ.ബി. വാട്സൺ അല്ലെ. വ്യവഹാരവാദം, ബിഹേവിയറിസം ജെ.ബി. വാട്സൺ. വൈകാരിക വികാസം, ഇമോഷണൽ ഡെവലപ്മെന്റ് കാതറിൻ ബ്രിഡ്ജസ് അല്ലെ. ബ്രിഡ്ജസ് ചാർട്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മുടെ വൈകാരിക വികാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കാതറിൻ ബ്രിഡ്ജസ് ആണെങ്കിൽ, വൈകാരിക ബുദ്ധി, ഇമോഷണൽ ഇൻ്റലിജൻസ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഡാനിയൽ ഗോൾമാൻ ആണ്. ഇമോഷണൽ ഇൻ്റലിജൻസ്. അപ്പോൾ വൈകാരിക വികാസം കാതറിൻ ബ്രിഡ്ജസ് ആണെങ്കിൽ, വൈകാരിക ബുദ്ധി ഡാനിയൽ ഗോൾമാൻ്റേതാണ്. ദെൻ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം വൈഗോട്സ്കി ആണ് മുന്നോട്ട് വെച്ചത്.
സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അഥവാ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം മുന്നോട്ട് വെച്ചത് വൈഗോട്സ്കിയാണ്. ഇനി വൈജ്ഞാനിക വികാസം എന്ന് പറയുമ്പോൾ നമ്മൾ പല പേരും പറയുമെങ്കിലും ഏറ്റവും ആദ്യം പറയുന്നത് നമ്മുടെ ജീൻ പിയാഷയുടെ പേരാണ്. നമ്മുടെ ഘട്ട സിദ്ധാന്തം, ഇന്ദ്രിയ ചാലക ഘട്ടം അല്ലെ, സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ആ വൈജ്ഞാനിക വികാസം, കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത് ജീൻ പിയാഷെയാണ്. അപ്പോൾ വൈജ്ഞാനിക വികാസം എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്ന പേര് ജീൻ പിയാഷയുടേതാണ്. അതിൽ ഘട്ട സിദ്ധാന്തം എന്നെടുത്ത് ചോദിച്ചാൽ അത് ജീൻ പിയാഷയുടേതാണ്. സ്റ്റേജ് തിയറി, ഓക്കെ, ഒരു സ്റ്റേജാണ്. ഇതിനടുത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ബ്രൂണറിൻ്റേതാണ്. ബ്രൂണറും വൈജ്ഞാനിക വികാസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തിയാണ്. ബ്രൂണറിൻ്റെ ആ ഒരു ഇത് നമ്മുടെ പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതീകാത്മക ഘട്ടം അല്ലെങ്കിൽ പ്രതിരൂപാത്മക ഘട്ടം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ബ്രൂണറാണ്. അതുപോലെ ചാക്രികാരോഹണം ബ്രൂണറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ ബ്രൂണറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതീകാത്മക ഘട്ടം, ചാക്രികാരോഹണം അല്ലെ, പാഠഭാഗങ്ങളെ അവയുടെ കാഠിന്യത്തിനനുസരിച്ച് ക്രമീകരിക്കുന്നതാണ് നമ്മുടെ സ്പൈറൽ കരിക്കുലം. ചാക്രികാരോഹണ രീതിയിലുള്ള കരിക്കുലം എന്ന് പറയുന്നത് അത് ബ്രൂണറാണ് ആ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ സൈക്കോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഒരു പേര് പറഞ്ഞാൽ അത് ആരുടേതാണെന്ന് ചോദിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് ഇത്. അതിനോടൊപ്പം നമ്മൾ ഇൻ്റലിജൻസിൻ്റെ കൂടെ 2 ഫാക്ടർ തിയറിയൊക്കെ ഒന്ന് നിങ്ങൾ ജസ്റ്റ് നോക്കി പോവുക, ഗ്രൂപ്പ് ഫാക്ടർ തിയറിയൊക്കെ നോക്കുക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കി പോകുന്നത് നല്ലതായിരിക്കും കേട്ടോ. ജസ്റ്റ് ഒരു റൗണ്ട് കേട്ടാൽ മതി. ഇതിന് വേണ്ടിയിട്ട് കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല. ആരുടേതാണെന്ന് ചോദിക്കാം, അതുപോലെ തന്നെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ചോദിക്കാം. അത് നമുക്ക് പറയാൻ അറിയാമായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ബാക്കി ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, ഫോൾഡറിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക, കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.